ദൂരെ ദൂരെ നിന്നും മരുഭൂമി വഴികളിലൂടെ ഒരു കാലി തൊഴുത്തു തേടി മൂന്നു രാജാക്കന്മാരെത്തി. ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലി തൊഴുത്തു തേടി മൂന്നു രാജാക്കന്മാരെത്തി. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. മാലാഖമാരവമാനവീഥികൾ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവമാനവീഥികൾ സ്തുതിഗീതങ്ങൾ പാടി. ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലി തൊഴുത്തു തേടി മൂന്നു രാജാക്കന്മാരെത്തി. ലാ 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 മഞ്ഞിൻ തുള്ളികൾ തഴുകിയുറങ്ങും ബേത്ലഹേം വഴികളിലൂടെ മഞ്ഞിൻ തുള്ളികൾ തഴുകിയുറങ്ങും ബേത്ലഹേം വഴികളിലൂടെ ഒരു പുൽക്കുടി തേടി ദേവസുതനെ തേടി ഇടയന്മാരുമണഞ്ഞല്ലോ. അവർ കാലിത്തൊഴുത്തു കണ്ടു, അവർ സ്വർഗീയ ഗാനം കേട്ടു. അവർ കാലിത്തൊഴുത്തു കണ്ടു, അവർ സ്വർഗീയ ഗാനം കേട്ടു. മരിയാസുതനായി പുൽക്കൂട്ടിൽ മരുവും മിശിഹാനാഥനെ കണ്ടു. മരിയാസുതനായി പുൽക്കൂട്ടിൽ മരുവും മിശിഹാനാഥനെ കണ്ടു. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലി തൊഴുത്തു തേടി മൂന്നു രാജാക്കന്മാരെത്തി. ലാ 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 ലാ.
നിലാവിൻ കുളിരലയിൽ നീരാടിയെത്തിയ കുയിലുകൾ. വെള്ളി നിലാവിൻ കുളിരലയിൽ നീരാടിയെത്തിയ കുയിലുകൾ. അവർ സ്വരമഞ്ജരിയിൽ ഒരു മനസ്സോടെ നാഥനെ വാഴ്ത്തിപ്പാടുന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. മാലാഖമാരവർ വാനവീഥികൾ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവർ വാനവീഥികൾ സ്തുതിഗീതങ്ങൾ പാടി. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂമിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. സ്തുതിഗീതങ്ങൾ പാടി. സ്തുതിഗീതങ്ങൾ പാടി. സ്തുതിഗീതങ്ങൾ പാടി. ഷലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഈ ക്രിസ്മസ് രാവിൽ മെനിൻ കാസക്കിന്റെ വക ഒരു അടിപൊളി ക്രിസ്മസ് ആശംസകൾ. ഷലോം ടിവിയും CMI സഭയുടെ മ്യൂസിക് മിനിസ്ട്രിയായ മെനിൻ കാസക്കും ഒന്നു ചേർന്ന് നിങ്ങൾക്കായി ഈ ക്രിസ്മസ് രാവിൽ ഒരുക്കുന്നു ജിംഗിൾ വൈബ്സ്. ഈശോയെ പറ്റി നിങ്ങൾ ഒത്തിരി സിനിമകൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മെൽ ഗിബ്സൺ ഒരുക്കിയ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമയാണ്. പക്ഷേ 1965 മനോഹരമായ ഈശോയുടെ ജീവിതത്തെ പ്രതിപാദിക്കുന്ന ഒരു സിനിമ വന്നിരുന്നു, ഇംഗ്ലീഷ് സിനിമ വന്നിരുന്നു, ദ ഗ്രേറ്റസ്റ്റ് സ്റ്റോറി എവർ ടോൾഡ്. ആ സിനിമയുടെ ആദ്യ ഭാഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കുറെ യഹൂദർ കരഞ്ഞുകൊണ്ട് ജെറുസലേം ദേവാലയത്തിന് മുമ്പിൽ നിന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ രക്ഷകനെ വേഗം അയക്കണമേ, ദൈവമേ രക്ഷകനെ വേഗം അയക്കണമേ. ഇത് കേട്ടുകൊണ്ട് ഒരു സൈന്യാധിപൻ തൊട്ടടുത്ത് നിന്ന ഹെരോദോസ് രാജാവിന് ചോദിക്കുകയാണ്, ഇവർ ആർക്ക് വേണ്ടിയാണ് ഈ പ്രാർത്ഥിക്കുന്നത്, ആരാണ് ഈ രക്ഷകൻ? അപ്പോൾ ഹെരോദോസ്, ചരിത്രമറിയാവുന്ന ഹെരോദോസ് അത് മറന്നുകൊണ്ട് പറയുകയാണ്, സമ്മൺ നെവർ വിൽ കം. ഒരിക്കലും വരാൻ സാധ്യതയില്ലാത്ത ഒരാൾക്ക് വേണ്ടി ഇവർ വർഷങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചരിത്രത്തെ രണ്ടായി കീറിമുറിച്ചുകൊണ്ട് ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഇന്നലെയും ഇന്നിനെയും നാളെയും എല്ലാം നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന വലിയ ഉത്സവമാണല്ലോ ക്രിസ്മസ്. ആ പേര് സൂചിപ്പിക്കും പോലെ തന്നെ ദ ഗ്രേറ്റസ്റ്റ് സ്റ്റോറി എവർ ടോൾഡ്. ഈ ലോകം കണ്ട ഏറ്റവും വലിയ, ലോക ചരിത്രത്തെ രണ്ടായി കീറിമുറിപ്പിച്ച ആ വലിയ സംഭവം ക്രിസ്മസ്, ഈശോയുടെ ജനനം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ മെനിൻ കാസക്കിന്റെ വക ഒരു അടിപൊളി സ്നേഹമുള്ള ക്രിസ്മസ് ആശംസിച്ചുകൊള്ളുന്നു. ഈ ദിവസങ്ങളിലെല്ലാം ഈ അച്ഛന്മാർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 5 ദിവസങ്ങളായി നമ്മൾ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുകയായിരുന്നു, പുൽക്കൂട്ടിലേക്ക് നടക്കുകയായിരുന്നു. അതിൻ്റെ കൾമിനേഷൻ, അതിൻ്റെ ഗ്രാൻഡ് ഫിനാലെയാണ് നമ്മളിപ്പോൾ ആഘോഷിക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഒരു അടിപൊളി ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഈ സഹോദരങ്ങളെ, നമ്മുടെ അച്ഛന്മാരെ ഒന്ന് പരിചയപ്പെട്ട് തന്നെ തുടങ്ങാം. അവർ 1-2 പേരേക്ക് ഈ ദിവസങ്ങളിൽ നിങ്ങൾ പരിചയപ്പെട്ടുള്ളൂ. നമുക്ക് എല്ലാവരെയും വളരെ ആഘോഷമായിട്ട് തന്നെ പരിചയപ്പെട്ട് തുടങ്ങാം. നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാർക്ക് ക്രിസ്മസ് നാളിൽ കുറേയേറെ കഥകൾ നമ്മൾ പറയാനുണ്ട്. അത് പാട്ടും കഥകളും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇവരൊന്ന് ഇരുത്തിക്കൊണ്ട് തന്നെ കേൾക്കാം. നമുക്ക് എല്ലാവർക്കും ഇരുന്നുകൊണ്ട് തന്നെ ആഘോഷമായിട്ടങ്ങ് സംസാരിക്കാം. നമുക്കൊരു സൈഡിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ പ്രിയപ്പെട്ട കീബോർഡിസ്റ്റ് ആയിരുന്ന പ്രിയപ്പെട്ട ജി ആൻഡോസ് തന്നെ സംസാരിച്ച് തുടങ്ങും. അച്ഛാ പ്ലീസ്.
എൻ്റെ പേര് ജിയാൻഡോ മാഞ്ഞൂരാൻ, CMI സഭയിലെ തൃശ്ശൂർ ദേവമാതാ പ്രവിശ്യയിലെ അംഗമാണ്. എൻ്റെ വീട് കൊടുങ്ങല്ലൂരാണ്, കൊടുങ്ങല്ലൂർ അടുത്ത് ചാപ്പാറ. പിന്നെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പച്ചൻ മരിച്ചിട്ട് 25 വർഷമായി. താഴെ 2 പെങ്ങന്മാരൊക്കെ ഉണ്ട്, അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. വളരെ സന്തോഷകരമായിട്ട് ഇപ്പോൾ സഭയിലായതുകൊണ്ട് പോകുന്നു. ഇപ്പോൾ മിനിസ്റ്റർ ചെയ്യുന്നത് ജെറുസലേം വചനകൂടാരത്തിലാണ്. അപ്പോൾ അവിടെ ആയിരുന്നു കൊണ്ട് ചെയ്യുക വൊക്കേഷൻ പ്രൊമോഷൻ, അത് ദൈവവിളി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് ഓടി നടക്കുന്നു. ഒത്തിരി കുർബാനകൾ, കുമ്പസാരങ്ങൾ, ക്ലാസ്സുകൾ, കുട്ടികളോട് കൂടെ കുറച്ച് സമയം ചെലവഴിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. ആള് വളരെ ചെറുതാണെങ്കിലും ഭയങ്കര വലിയ പിള്ളേരെ പിടുത്തക്കാരനും അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ പറയുന്നത്. പിള്ളേരെ പിടുത്തക്കാരനും വലിയ ധ്യാനഗുരുവൊക്കെയാണ്. അപ്പോൾ അച്ഛാ ഒരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞു, മേരി ക്രിസ്മസ് പറഞ്ഞേര്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഈശോ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇവർ സംസാരിക്കുമ്പോൾ നമ്മൾ ഇവർക്ക് ചെറിയ ടാസ്ക് കൊടുക്കാം. അതായത് ഇവരെല്ലാവരും പരിചയപ്പെടുത്തി കഴിയുമ്പോഴത്തേക്ക് ഒന്നുകിൽ നിങ്ങൾക്കൊരു സിംഗ് ഓർ ഷെയർ, ഒന്നുകിൽ നിങ്ങൾക്കൊരു പാട്ട് പാടാം, നിങ്ങളെല്ലാവരും പാട്ടുകാരാണല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്രിസ്മസ് സ്റ്റോറിയോ നിങ്ങളുടെ ഒരു ജീവിതാനുഭവം പറയാം. അപ്പോൾ അച്ഛാ വാട്ട് യു പ്രിഫർ, സിംഗ് ഓർ ഷെയർ? ഷെയറിങ് ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. വളരെ ബുദ്ധിപരമായ തീരുമാനമായിരുന്നു ഷെയറിങ് എന്ന് പറയുമ്പോൾ ക്രിസ്മസ് കാലമാണല്ലോ. അപ്പോൾ ക്രിസ്മസ് കാലഘട്ടത്തിൽ എൻ്റെയൊക്കെ മനസ്സിൽ ഉള്ളിൽ എപ്പോഴും നിൽക്കുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറുപ്പത്തിലെ നമ്മളൊക്കെ സെമിനാരിയിൽ ഇപ്പോൾ വരുമ്പോഴൊക്കെ ചെയ്യുന്നുണ്ട്. 1-ാം തീയതി തുടങ്ങി, ഡിസംബർ 1-ന് തുടങ്ങി പുൽക്കൂട് പണിത് തുടങ്ങും. വീട്ടിൽ അമ്മ, ഞങ്ങളൊന്നുമല്ല അമ്മയാണ്, അമ്മ 1-ാം തീയതി തുടങ്ങി പുൽക്കൂട് പണിത് തുടങ്ങും. ഇപ്പോൾ ചെന്നാലും ഇപ്പോഴും അമ്മ അത് ചെയ്തുകൊണ്ടിരിക്കുക. അത് വളരെ നാച്ചുറലായിട്ട് നമ്മൾ ഓല മെടഞ്ഞ് റാപ്പോലയൊക്കെ ആക്കി, പിന്നെ മണലൊക്കെ ഇട്ട് നമ്മൾ കടുകൊക്കെ മുളപ്പിച്ച് അമ്മ ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഡിസംബർ 24-ാം തീയതിയെ പുൽക്കൂട് പണി പൂർത്തിയാവുള്ളൂ. അപ്പം ഇതിനകത്തൊക്കെ ഓരോ ദിവസവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് അമ്മ നമുക്ക് തരുന്ന ടാസ്ക്കാണ്. ഇപ്പം അച്ഛൻ തരുന്ന ടാസ്ക് പോലെ അമ്മ നമുക്ക് തരുന്ന ടാസ്ക്കാണ്. ഓരോ ദിവസവും നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? പണിയൊക്കെ പണ്ടേ കിട്ടി തുടങ്ങിയ. അപ്പം അത് നല്ലൊരു രസമാണ്. നമ്മൾ ഓരോ ദിവസം ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴൊക്കെ അമ്മ ചെയ്തു വെച്ചൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ ചെയ്ത് കാണണം, അങ്ങനെ കാണാൻ തരത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം അതൊരു രസമാണ്. അപ്പം അതിനകത്ത് ഞാൻ അവസാനം കണ്ടുപിടിച്ചൊരു പണി എങ്ങനെയാണ്, നക്ഷത്രമൊക്കെ നമ്മൾ പലപ്പോഴും ഇങ്ങനെ കടകളിലൊക്കെ തൂക്കിട്ടെന്ന് കാണാറുണ്ട്. ഈ കടകൾ തൂക്കി കിടക്കുന്ന നക്ഷത്രങ്ങൾ എങ്ങനെയെങ്കിലും വെറുതെ ഉണ്ടായതല്ലല്ലോ, ആരെങ്കിലൊക്കെ ഉണ്ടാക്കിയതായിരിക്കും. അപ്പം അതുപോലെ എനിക്കൊരു നക്ഷത്രം ഉണ്ടാക്കാൻ പറ്റുമോ? ഞാൻ പണി തുടങ്ങിയെന്ന് പറഞ്ഞാൽ നക്ഷത്രം, പഴയ നക്ഷത്രം പല വീടുകളിലൊക്കെ കിടക്കുന്നുണ്ട്. അത് എടുത്തിട്ട് കീറിയതൊക്കെ ആയിരിക്കും. അത് എടുത്തിട്ട് വന്നിട്ട് ചെറിയ നക്ഷത്രങ്ങൾ, അതിൻ്റെ ഈ മടക്കി ഒട്ടിച്ച ഭാഗങ്ങളൊക്കെ ഉണ്ട്. നമ്മളത് പതുക്കെ ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ തുറക്കും. അത് തുറന്നിട്ട് ഒരു ഷീറ്റ്, ഒരു എതൾ നമ്മൾ നിവർത്തിയേണ്ടി വെച്ചു. ഒരു ഐഡിയ കിട്ടുന്നില്ല എങ്ങനെ ഉണ്ടാക്കണമെന്ന്. എന്നിട്ട് ന്യൂസ് പേപ്പർ എടുത്തു, നമുക്കറിയാവുന്ന ഒരു ഷേപ്പിൽ ന്യൂസ് പേപ്പർ സ്ക്വയറായിട്ട് കട്ട് ചെയ്തു. ഈ സംഭവം അതിൻ്റെ മുകളിൽ വെച്ചു. എന്നിട്ടിത് എങ്ങനെ വെട്ടണം, അങ്ങനെ ന്യൂസ് പേപ്പറിൽ വെച്ച് നമ്മൾ 5 എതളങ്ങട് വെട്ടി ഇതെങ്ങനെയാണ് ഒട്ടിച്ച് അതുപോലെ ഒട്ടിച്ച് അങ്ങനെ ഒട്ടിച്ചൊരു നക്ഷത്രം നമ്മളുണ്ടാക്കി. ഉള്ളിൽ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞാനുണ്ടാക്കിയ നക്ഷത്രം അത് പിന്നീട് കളർ പേപ്പറിൽ ഉണ്ടാക്കി അമ്മ ഉണ്ടാക്കിയ പുൽക്കൂടിൻ്റെ മുമ്പിൽ ഞാൻ കൊണ്ട് നാട്ടി. ഇതൊരു ഭയങ്കര സ്പിരിച്വാലിറ്റിയാണ് അമ്മ പഠിപ്പിച്ചത്. ദെൻ ഇറ്റ്സ് യുവർ ക്രിസ്മസ്. അപ്പോൾ നമുക്കിനി അച്ഛൻ തോംസൺ അച്ഛൻ. ഓക്കെ, എൻ്റെ പേര് ഫാദർ തോംസൺ കൂടപ്പാട്ട്, CMA. ഞാൻ CMA സഭയിലെ കോട്ടയം പ്രവിശ്യയിലെ അംഗമാണ്. എൻ്റെ വീട് കാഞ്ഞിരപ്പള്ളിയാണ്. വീട്ടിൽ ഫാദർ, മദർ, 2 ചേട്ടന്മാരുണ്ട്. ഒരു കാഞ്ഞിരപ്പള്ളി അച്ഛൻ ലുക്കൊക്കെ ഉണ്ട് മൊത്തത്തിലേക്ക്, കട്ടി കണ്ണാടിയും താടിയും. അതെ, എല്ലാവരും തന്നെ പറയാറുണ്ട് അങ്ങനെ കേട്ടോ. വാട്ട് യു പ്രിഫർ, സിംഗ് ഓർ ഷെയർ? ഞാനിപ്പം ഈ കഴിഞ്ഞ 5 ദിവസങ്ങളായിട്ട് പാടുകയായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചെറിയൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് പറയുകയാണ്. ഓക്കെ. അപ്പം ഇത് അത്ര നല്ലൊരു എക്സ്പീരിയൻസ് അല്ല. സാധാരണയായിട്ട് എല്ലാവർക്കും ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് സന്തോഷകരമായ എക്സ്പീരിയൻസ് ആയിരിക്കും പറയാനുള്ളത്. ഞാൻ പറയുന്നത് ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഇപ്പം ഞാൻ ആ ഒരു അനുഭവത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ ഏറ്റവും ഓർക്കാൻ ആഗ്രഹിക്കുന്നതും ഭയങ്കര തമാശയായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു അനുഭവമാണത്. അതായത് നമുക്കറിയാമല്ലോ, ഈ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ വീടുപടക്കം, ഓലപ്പടക്കം, പൂത്തിരി, പൂക്കിറ്റി, അങ്ങനെ പടക്കഥയാണ്. അതായത് ഞങ്ങളുടെ വീട്ടിൽ മാത്രം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനവും ഇല്ല. അതായത് വീടുപടക്കവും ഇല്ല, ഓലപ്പടക്കവും ഇല്ല. ബാക്കിയുള്ള അയൽപ്പക്കക്കാർക്ക് ഭയങ്കര ആഘോഷമായിട്ട് ഈ പടക്കമൊക്കെ പൊട്ടിച്ച് ക്രിസ്മസ് ആഘോഷിക്കുമ്പം എൻ്റെ വീട്ടിൽ മാത്രം, അതായത് അമ്മ എനിക്ക് ഇതൊന്നും മേടിച്ചു തരത്തില്ലായിരുന്നു.
കാരണം അങ്ങനെ അതായത് ബാക്കിയുള്ള വീട്ടുകാരൊക്കെ ഇങ്ങനെ പൊട്ടിക്കുന്നത് ഞങ്ങൾ വളരെ അസൂയോട് നോക്കി. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ കാല് പിടിച്ച് ഒരു രാത്രിയിൽ 9 മണി സമയത്തൊക്കെ ഒരു അല്പം വീട് പടക്കവും പിന്നെ സാധാ പടക്കവും കുറച്ച് പൂത്തിരിയൊക്കെ ആയിട്ട് വീട്ടിൽ അമ്മയുടെ കാല് പിടിച്ച് സാധനങ്ങളൊക്കെ ഇവിടെ എത്തിച്ചു. എന്നിട്ട് ഞങ്ങൾ ഫസ്റ്റ് പടക്കം തന്നെ പൊട്ടിച്ചിട്ടത് ഞങ്ങളുണ്ടാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കി ക്രിബിൻ്റെ മുകളിലേക്കായിപ്പോയി. ആദ്യം കത്തിയത് ക്രിബാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് നമുക്കറിയാമല്ലോ, ഈ സ്റ്റാർ എന്ന് പറയുമ്പോൾ നമ്മൾ മേടിക്കുകയല്ലായിരുന്നു, നമ്മൾ തന്നെ വർണ്ണക്കടലാസൊക്കെ വെച്ച് ഈ മുളയൊക്കെ വെച്ച്. അപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആദ്യമായിട്ടുണ്ടാക്കിയ വലിയ സ്റ്റാറാണ് ഈ സ്റ്റാർ ഇരുന്നത് ക്രിബിൻ്റെ തൊട്ട് മുകളിൽ. അങ്ങനെ സ്റ്റാറും ക്രിബ് അടക്കം ഭയങ്കര വർണ്ണാഭമായ ഒരു ക്രിസ്മസ് ആയിരുന്നു. നിന്ന് കത്തി നമ്മൾ ഈ പിന്നെ നമ്മുടെ ഈ കൊച്ചിയിലൊക്കെ നമ്മൾ ന്യൂ ഇയർ എന്നൊരു പപ്പഞ്ഞിനെ കത്തിക്കുന്ന പോലെ നിർത്തി കത്തിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് യഥാർത്ഥമായ സംഭവം ഉണ്ടായത്. അടുത്ത വർഷം ഞങ്ങൾക്ക് ക്രിസ്മസ് ഇല്ലായിരുന്നു. കാരണം ഈ എക്സ്പീരിയൻസ്, ഈ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് അടുത്ത വർഷം ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചില്ല. ഉണ്ടാകുന്നത് വരെ ഈ വീട്ടിൽ ക്രിസ്മസ് ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, താങ്ക് യു തോമസ്. താങ്ക് യു സോ മച്ച്. നമുക്കിനി നമ്മുടെ ഫിൻലച്ചനിലേക്ക് പോകാം. ഫിൻലച്ചൻ പ്ലീസ്. എൻ്റെ പേര് ഫാദർ ഫിനിൽ ഈഴാറാത്ത്. ഞാൻ ബിജുനൂർ പ്രൊവിൻസിന് വേണ്ടി പട്ടമേറ്റ ഒരു വൈദികനാണ്. എൻ്റെ വീട് കാഞ്ഞങ്ങാടാണ്, കാസർഗോഡ് ജില്ലയിലാണ് കാഞ്ഞങ്ങാട്. അപ്പോൾ അച്ഛൻ്റെ ചോയ്സ് എന്താ? സിംഗ് ഓർ ഷെയർ? എൻ്റെ ജീവിത അനുഭവം തന്നെ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നവംബർ മുതൽ ഡിസംബർ വരെയുള്ള ആ ഒരു മാസം ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട് നക്ഷത്രങ്ങളെക്കുറിച്ച്. നക്ഷത്രങ്ങൾ എപ്പോഴും മിന്നിത്തിളങ്ങുന്ന ഒരു അനുഭവമാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഈ രക്ഷകനായ ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ് ഒരു പ്രകാശമായിട്ട്, അല്ലേ? ഞാനപ്പോൾ എന്നെക്കുറിച്ച് ചോദിക്കാറുണ്ട്, എൻ്റെ ഹൃദയത്തിൽ ഈ കർത്താവിന് ഇടം കൊടുക്കുവാനായിട്ട് ഒരു ഇടമുണ്ടോ, സ്പേസ് ഉണ്ടോ? അപ്പോൾ ആ ഒരു ദിവസങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അത് വലിയൊരു അനുഭവമായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. കാരണം ഈശോ തരുന്ന വലിയൊരു സന്ദേശം അതാണ് ഈ ഒരു ക്രിസ്മസിൽ നമ്മൾ ആഘോഷിക്കുമ്പോൾ. അതുതന്നെയാണ് പൂജ്യ രാജാക്കന്മാർക്കുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആട്ടിടയന്മാർ, നമുക്കറിയാം, അവർ സാധാരണ ദരിദ്രരായ മനുഷ്യരായിരുന്നു. പക്ഷേ ദൈവത്തെ ആ അറിയിപ്പ് ഉണ്ടായത് അവരുടെ മുമ്പിലായിരുന്നു, അല്ലേ? ഒന്ന്. രണ്ടാമത് പൂജ്യ രാജാക്കന്മാർ അന്വേഷിച്ച് പോകുന്ന ഒരു അനുഭവം. അത് അവരുടെ ഹൃദയം തന്നെയാണ് അവർ ഈശോയ്ക്കായിട്ട് സമർപ്പിച്ചത്. അപ്പോൾ എൻ്റെ ഹൃദയവും, ഞാൻ എത്രമാത്രം എൻ്റെ ഹൃദയത്തെ ഒരുക്കുന്നു, ആ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ ഒരിടം കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? അതായിരിക്കാം ഈ ഒരു ക്രിസ്മസിൻ്റെ സന്ദേശം എന്നാണ് എനിക്ക് അനുഭവവേദ്യമാകുന്നത്. നമ്മൾ ഈ സ്കൂളിലൊക്കെ ഇങ്ങനെ ചോദ്യം ചോദിച്ചു തുടങ്ങുമ്പോഴത്തേക്കും പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് നിന്നൊക്കെ ചോദിച്ചു തുടങ്ങും. അപ്പോഴത്തേക്ക് അവസാനം ഇരിക്കുന്ന വിചാരിക്കും നമുക്ക് ചോദ്യം വരത്തില്ലെന്ന്. കാരണം അന്നേരം ക്ലാസ് ടൈം കഴിഞ്ഞു പോകുമല്ലോ. അങ്ങനെ ചിലർ ഇരിപ്പുണ്ട്. അതുകൊണ്ട് നമുക്കിന്ന് റൊട്ടേഷൻ ഒന്ന് മാറി പിടിച്ചാലോ, നമുക്ക് ഇവിടോട്ട് പോവാം, നമുക്ക് നേരെ പുറകിലേക്ക് പോവാം. ഈ അച്ഛനിച്ച് പ്രത്യേക ഉള്ള ഒരച്ഛനാണ് കേട്ടോ. കാരണം അച്ഛൻ്റെ പേര് ജസ്റ്റിൻ ആണ്. അച്ഛനാണ് നമ്മുടെ ഈ ഒരു മെന്നിൻ കാസക്കിൻ്റെ സ്ഥാപക പിതാവ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരാൾ, മെന്നിൻ കാസക്. അപ്പോൾ ജസ്റ്റിൻ അച്ഛൻ അച്ഛനെ പരിചയപ്പെടുത്തും, അച്ഛൻ മിനിസ്റ്റർ പരിചയപ്പെടുത്തും, പിന്നെ മെന്നിൻ കാസക്കിനെ ഒന്ന് പരിചയപ്പെടുത്തും പ്ലീസ്. ഞാൻ ഫാദർ ജസ്റ്റിൻ കാളിയാനിയിൽ സി എം ഐയുടെ കോട്ടയം പ്രൊവിൻസിലെ സെൻറ്റ് ജോസഫ്സ് കോട്ടയം പ്രൊവിൻസിലെ അംഗമാണ്. എൻ്റെ വീട് ഇടുക്കി കട്ടപ്പന അടുത്ത് പുളിയന്മല എന്ന് പറയുന്ന സ്ഥലത്താണ്. തൊട്ടടുത്തല്ലേ നമ്മുടെ തോമസ് അച്ഛൻ്റെ? നിങ്ങളൊക്കെ അതിൻ്റെ ശുശ്രൂഷകൾ ഏറ്റുവാക്കുന്ന ആൾക്കാരായിരിക്കും. ഇപ്പോൾ കോട്ടയത്ത് പ്രൊവിൻഷ്യൽ ഹൗസിലാണ് താമസിക്കുന്നത്. അവിടെ താമസിച്ചുകൊണ്ട് ദർശന എന്ന് പറയുന്ന കൾച്ചർ സെൻറ്ററിൽ നമുക്ക് ഡി മീഡിയ എന്ന് പറയുന്ന ഒരു സ്റ്റുഡിയോ ഉണ്ട്, അവിടെ സേവനം ചെയ്യുന്നു. മെന്നിൻ കാസക്സ് എന്ന് പറയുന്ന നമ്മുടെ ഈ ബാൻഡ്, അത് എനിക്ക് പട്ടം കിട്ടിയ ആ ഒരു സമയത്ത് തന്നെ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു വിഷൻ എന്ന് പറയുന്ന പോലെ ഉണ്ടായിരുന്ന ഒരു ഐഡിയ ആണ് അത്. ഞങ്ങളൊക്കെ ഒന്നിച്ച് ധർമാരാമിൽ സെമിനാരിയിൽ ഒന്നിച്ചുണ്ടായിരുന്ന ആൾക്കാരാണ്. അവിടെ ഞങ്ങൾ ഷെയർ ചെയ്ത സംഗീതവും അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പും ഒക്കെ ഒന്നും കൂടെ അത് ആ കൂട്ടായ്മ ഒന്നും കൂടെ ഡെവലപ്പ് ചെയ്യണമെന്നുള്ള ഒരാഗ്രഹം, അതിലുപരി മ്യൂസിക് മിനിസ്ട്രിയിലൂടെ കൂടുതലായിട്ട് വേർഡ് ഓഫ് ഗോഡ് ജനങ്ങളിൽ എത്തിക്കുക, എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു ഐഡിയ ആണ് ഈ ഒരു ബാൻഡിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ അച്ഛൻ ഫോർ യു സിംഗ് ഓർ ഷെയർ? പാടാം. ഒരു പാട്ടുകാരൻ വന്ന് സമാധാനമായി. നമ്മളിങ്ങനെ തമാശയ്ക്ക് പറയാറുണ്ട്, ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ
ഞാൻ തന്നെ കമ്പോസ് ചെയ്ത ഒരു ഗാനമാണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്നൊക്കെ പറയുന്നത്. എൻ്റെ മുഖം, എൻ്റെ ഫിഗർ, എൻ്റെ പാട്ട് പറഞ്ഞോളൂ. പാടാൻ എളുപ്പത്തിന് ഒരു പാട്ട് തിരഞ്ഞെടുത്തേ ഉള്ളൂ. നിറഞ്ഞൊരു നീലരാവും പൊഴിഞ്ഞൊരു മഞ്ഞു നീരും കുളിർന്നൊരു കുഞ്ഞു കാറ്റും ഉണ്ണീശുവും ചെറിയൊരു പുൽത്തടത്തിൽ പിറന്നൊരു ദൈവപുത്രൻ വരുന്നൊരു തേരിലേറി രാജരാജനായി നിനക്കായി തെളിയുന്നു വിണ്ണിൽ താരകം നിനക്കായി വിരിയുന്നു മണ്ണിൽ മരതകം നിനവോടാ സന്ധ്യയും ഉണരുന്നു നിദ്രയും. താങ്ക് യു അച്ഛാ, Thank താങ്ക് യു സോ മച്ച്. ഇനി പാടുന്നുണ്ടായിരുന്നു? വേണ്ട. വേണ്ട, സോറി, തിരിഞ്ഞിരുന്നതുകൊണ്ടാണ്. അപ്പോൾ താങ്ക് യു അച്ഛൻ്റെ എല്ലാ മിനിസ്ട്രികൾക്കും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും. പ്രിയപ്പെട്ട ജോണച്ചൻ എൻ്റെ ജസ്റ്റ് ജൂനിയറാണ്. അച്ഛൻ തന്നെ അടുത്തായിട്ട് സംസാരിക്കും പ്ലീസ്. എൻ്റെ പേര് ഫാദർ ജോൺ കണ്ടങ്കേരി, CMI സെൻറ്റ് പോൾസ് പ്രോവിൻസ് മൈസൂരിൻ്റെ അംഗമാണ്. എൻ്റെ വീട് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി അതിരൂപതയിൽ പേരട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അച്ഛന് സിംഗ് ഓർ ഷെയർ? ഞാൻ പാട്ട് പാടാം. പാട്ട് പാടാം. വീണ്ടും പാട്ടുകാരൻ പ്ലീസ്. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരാ. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരാ. വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയോടൊത്തന്ന തിങ്കൾ കലപാടി ഗ്ലോറിയ. അന്ന് തിങ്കൾ കലപാടി ഗ്ലോറിയ. അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവരും ഒക്കെ കൂടി പാടണം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു സോ മച്ച് ജോണച്ചൻ്റെ ധ്യാന മിനിസ്ട്രിക്ക് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും. മെരി ക്രിസ്മസ്. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ ഓർഡറിലേക്ക് തിരിച്ചു പോകാം. പ്രിയപ്പെട്ട ടിറ്റോച്ചനൊക്കെ ഞാൻ ഫസ്റ്റ് ഇയർ ചേർന്ന സമയത്തുള്ള നമ്മുടെ മുമ്പിൽ സൂപ്പർ ഹീറോസ് ഒക്കെ ആയിരുന്നു. ഞാൻ ചേർന്ന സമയത്ത് അച്ഛൻ ഡിഗ്രിയൊക്കെ പഠിച്ചിറങ്ങുന്ന സമയമാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ കൊള്ളാം, ഇതുപോലെയൊക്കെ ആവണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നതാണ്. അച്ഛാ ആത്മാർത്ഥത പറഞ്ഞ കേട്ടോ, പിന്നെ ചിലവ് ചെയ്ത് വെച്ചാൽ മതി പ്ലീസ്. ഇപ്പോഴും അങ്ങനെ തന്നെ ആഗ്രഹമുണ്ടോ? ചെറുതായിട്ട്. പേര് ടിറ്റോ വള്ളവന്തറ, CMI. വീട് ചമ്പക്കുളമാണ്, കുട്ടനാട്ടിൽ. വീട്ടിൽ അച്ചാച്ചൻ 2.5 വർഷം മുമ്പ് മരിച്ചു. അമ്മയുണ്ട്, 2 ചേട്ടന്മാരുണ്ട്, 3 ചേച്ചിമാരുണ്ട്. ഞാൻ അവസാനത്തെ ആളാണ്. ഇപ്പം തിരുവനന്തപുരം പ്രൊവിൻസിൻ്റെ കുമരകത്തുള്ള മരിയൻ വചനതീരം എന്ന് പറയുന്ന ധ്യാന കേന്ദ്രത്തിൽ സേവനം ചെയ്യുന്നു. ഒപ്പം ജീസസ് യൂത്ത് മിനിസ്ട്രിയൊക്കെ ആയിട്ട് നടക്കുന്നു. അപ്പോൾ സിംഗ് ഓർ ഷെയർ? ഷെയർ ആൻഡ് സിംഗ് പറ്റുമോ? പോരട്ടെ, ഞങ്ങൾക്ക് എല്ലാത്തിനും സമയമുണ്ടെന്ന്. ഞാൻ ജിയാൻ്റെ അച്ഛൻ പറഞ്ഞപ്പം ഞാനിങ്ങനെ എനിക്ക് ഇതുപോലത്തെ സിമിലർ ഒരു എക്സ്പീരിയൻസ് ആണ് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലെപ്പോഴും ഉള്ളത്. ഞാൻ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. സ്കൂളിലൊക്കെ അത്യാവശ്യം വലിയ കുഴപ്പമെന്ന് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ, എന്നാൽ പിന്നെ പറഞ്ഞിട്ട് പോയിച്ചാൽ മതി. ഡിഗ്രിക്ക് റാങ്ക് ആയിരുന്നു, ഫിലോസഫിക്ക് റാങ്ക് ആയിരുന്നു, തിയോളജിക്ക് റാങ്ക് ആയിരുന്നു, അതിനുശേഷം PGക്ക് റാങ്ക് ആയിരുന്നു. പോയ എല്ലായിടത്തും റാങ്ക് മേടിച്ച ആളാണ്. വളരെ എളിമയോടെ പറയുന്നത് അത്യാവശ്യം. PhDക്ക് റാങ്ക് കൊടുക്കത്തില്ലാത്തൊരു കിട്ടിയില്ല. ക്യാഷ് കൊടുത്ത് പറയിക്കുന്നൊന്നും അല്ലല്ലോ. അല്ലല്ലോ. സ്കൂളിൽ പഠിക്കുമ്പോൾ വലിയ തിരക്കേടില്ലാതൊക്കെ പഠിക്കുമായിരുന്നു. പക്ഷേ ഓണത്തിനും വലിയ പരീക്ഷയ്ക്കുമൊക്കെ അത്യാവശ്യം നല്ല മാർക്ക് കിട്ടുമായിരുന്നു. പക്ഷേ എനിക്ക് ക്രിസ്മസ് ഭയങ്കര സന്തോഷവും ഇഷ്ടവും ഉള്ളൊരു സാധനമായതുകൊണ്ട് ഈ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എനിക്ക് 2 ഓർമ്മയുണ്ട്. ഈ അച്ഛൻ പറഞ്ഞ പോലത്തെ സന്തോഷത്തിൻ്റെ ഓർമ്മയുണ്ട്, തോമസൻ അച്ഛൻ പറഞ്ഞ പോലത്തെ സങ്കടത്തിൻ്റെ ഓർമ്മയുണ്ട്. കാരണം
ഈ ഡിസംബർ 1 മുതൽ നമുക്ക് ഈ ക്രിസ്മസ് പരീക്ഷ തുടങ്ങുമല്ലോ. ഈ സമയത്താണ് നമ്മൾ വീട്ടിൽ ക്രിബ് ഉണ്ടാക്കി തുടങ്ങുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു പഞ്ചവത്സര പദ്ധതി പോലെ നീണ്ടു നിൽക്കുന്ന ഒരു ക്രിസ്മസ് ക്രിബ് ഉണ്ടാക്കലാണ്. കാരണം പള്ളിയിൽ മത്സരമുണ്ട്. അപ്പോൾ ഈ മത്സരത്തിന് എങ്ങനെയെങ്കിലും സമ്മാനം മേടിക്കണം. ഫസ്റ്റൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാലും മോശമില്ലാത്ത ഒരു ക്രിബ് വീട്ടിലുണ്ടാക്കണമെന്നൊരാഗ്രഹം ഉള്ളതുകൊണ്ട് നമ്മൾ അന്ന് 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴത്തെ കാര്യമാണ്. അപ്പം 10ലൊക്കെ പഠിക്കുന്ന വലിയ ചേട്ടന്മാരും ഒക്കെ ആയിട്ടാണ് നമ്മൾ മത്സരിക്കുന്നത്. അപ്പം എന്നാലും നമ്മുടെ ക്രിബ് മോശമായി പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഈ പറഞ്ഞതുപോലെ നെല്ല്, ഞങ്ങളുടെ അവിടെ കടുകൊന്നും അന്ന് അങ്ങനെ വ്യാപകമായിട്ടില്ലായിരുന്നു. നെല്ല് പാകി കിളിപ്പിക്കുക, പുല്ല് എവിടെ നിന്നെങ്കിലുമൊക്കെ വെട്ടിക്കൊണ്ട് വരിക. പിന്നെ അവിടേക്ക് ഈ ചെമ്മണ്ണ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കിട്ടുന്ന മണ്ണൊക്കെ വെച്ചിട്ട് ഇഷ്ടികയൊക്കെ പൊട്ടിച്ചൊക്കെ ഇട്ടിട്ടാണ് ഈ ചെമ്മണ്ണ് പോലത്തെ വഴിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ഇതിനൊക്കെ വേണ്ടി കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ അച്ചാച്ചൻ ഇതിന് വലിയൊരു സഹായിയാണ്. എന്നാലും തിരിച്ചാണ് പറയേണ്ടത്, ഞാൻ അപ്രൻറ്റീസായിരുന്നു. അപ്പം എന്നാലും ഈ പരീക്ഷ തുടങ്ങുമ്പോൾ, ക്രിസ്മസ് പരീക്ഷ തുടങ്ങുമ്പോൾ മുഴുവൻ മനസ്സിൽ ക്രിബാണ്. പഠിച്ച സാധനങ്ങളോ അല്ലെ പഠിക്കാറില്ല സാധാരണ ക്രിസ്മസ് പരീക്ഷയ്ക്ക്. അപ്പോൾ തിരിച്ച് പോകുമ്പം ഓരോ പരീക്ഷയും കഴിയുമ്പം 2 മണിക്കൂർ പരീക്ഷയാണ്. നമ്മൾ 1.5 മണിക്കൂറിനകത്തൊക്കെ ഇറങ്ങിയിട്ട് പോകുന്ന വഴിക്ക് ഇന്ന് എന്തൊക്കെ ഈ ക്രിബിൽ വെക്കാനായിട്ട് എന്തൊക്കെ സാധനം മേടിച്ചുകൊണ്ട് പോകാം അല്ലേ. കടയിലൊക്കെ കയറി കിട്ടുന്ന കുതിരവണ്ടി, കാളവണ്ടി, ആന, ഒട്ടകം, മയിൽ എല്ലാത്തിനെയും നമ്മൾ തപ്പിയെടുത്ത് മേടിച്ചുകൊണ്ടൊക്കെ പോകും. പക്ഷേ എന്നെ ഒത്തിരി പേര് കളിയാക്കിയിട്ടുണ്ട്, കേട്ടോ ഇതിനകത്ത് ഈ സിംഹമൊക്കെ എങ്ങനെയാണ് ഈ പുൽക്കൂട്ടിലിരിക്കുന്നത്. അപ്പം നമ്മൾ കിട്ടുന്ന സാധനങ്ങളൊക്കെ മേടിക്കുക എന്നുള്ളതാണ്. അപ്പം എല്ലാ കടകളിൽ നിന്നും കിട്ടുന്ന സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകും. അപ്പം പരീക്ഷയുടെ അകത്ത് മുഴുവൻ നമ്മുടെ തലയിൽ ഓടുന്ന ഈ സംഭവങ്ങളാണ്. അപ്പോൾ തിരിച്ച് വന്ന് 25-ാം തീയതി 24-ാം തീയതി രാത്രിയിൽ ഈ സൺഡേ സ്കൂൾ അധ്യാപകരാണ് മാർക്കിടാൻ വരുന്നത്. ഇവർ വരുമ്പോൾ എൻ്റെ ക്രിബിനകത്ത് ഇല്ലാത്ത സാധനമൊന്നും കാണില്ല. അപ്പം അതുപോലെ നമ്മൾ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. ഇതൊക്കെയാണ് സന്തോഷമുള്ള ഓർമ്മകൾ. ചിലപ്പോഴൊക്കെ ജനിച്ചത് കാലിക്കോട്ടിലാണ്, തിരുവനന്തപുരം സൂവിലാണ്. ഏകദേശം സൂ പോലെ ആയിരുന്നു എൻ്റെ കാലത്തെടുത്ത്. അപ്പം ഇതൊക്കെ ഇത്രയൊക്കെ സന്തോഷമുള്ളതാണ്. വല്ലപ്പോഴും ഒക്കെ സമ്മാനമൊക്കെ കിട്ടും. അപ്പോൾ പള്ളിയിൽ നിന്ന് ഒരു കേക്കും കൂടെ കിട്ടും, അതാണ് സമ്മാനം. ഇതുവരെ സന്തോഷമാണ്. ഇനി ക്രിസ്മസിൻ്റെ അവധി കഴിയുമ്പോഴാണ് ഈ സങ്കടത്തിൻ്റെ പരീക്ഷയുടെ പേപ്പർ കിട്ടുമ്പം. ഓണത്തിനൊക്കെ നമുക്ക് 50-ൽ കിട്ടിയിരുന്ന മാർക്കിൻ്റെ ഒരു ഏകദേശം പകുതി മാർക്കായിരിക്കും ക്രിസ്മസിൻ്റെ പരീക്ഷയ്ക്ക് കിട്ടുന്നത്. അപ്പോഴാണ് ഈ സങ്കടത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകുന്നത്. അപ്പം ക്രിസ്മസ് പൊട്ടാതിരുന്നൊക്കെ ഇതിന് ശേഷമാണ് പൊട്ടുന്നത്. അതെ, ക്രിസ്മസിന് പൊട്ടാതിരുന്ന പടക്കം. എൻ്റെ പൊന്ന് തോമസാച്ചാ, ഇവിടെ പകുതി കിട്ടുന്ന നമ്മളൊക്കെ ചുമന്നവരെ മേടിക്കുന്നതിന് കഷ്ടപ്പാടിരിക്കുമ്പോഴത്തേക്ക് ഈ പ്രോഗ്രസ് റിപ്പോർട്ടിലെ നിങ്ങൾ ചുമപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഓർമ്മകളെന്ന് പറയുന്നത്. താങ്ക് യു ടീച്ചർ. അപ്പോൾ ടീച്ചറിൻ്റെ എല്ലാ ശുശ്രൂഷകൾക്കും ഇനി പാട്ട് കൊണ്ടുണ്ടല്ലേ? അയ്യോ ഇല്ല, ഞാൻ ചോദിച്ചതേ പറഞ്ഞല്ലേ. ഒന്നും ചുമ്മാ പറയരുത്, അവിടെ നോക്കിയിരിക്കണം ആൾക്കാർ. അപ്പോൾ താങ്ക് യു ടീച്ചർ. അപ്പോൾ നമുക്കിനി പതുക്കെ ഒന്ന് നമ്മുടെ റിതം പൊട്ടിച്ചിട്ട് നമുക്ക് പതുക്കെ പുറകിൽ ഒരാളിരിപ്പുണ്ട് ഈ സൈഡിലായിട്ട്. എൻ്റെ പേര് ആൻറ്റോ, വീട്ടുപേര് വേണാട്. ഞാൻ ചങ്ങനാശ്ശേരി വെങ്കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ പ്രോവിൻസ് മൈസൂറാണ്. ഞാനും ജോണച്ചനും ഒരേ പ്രോവിൻസാണ്. വീട്ടിൽ അപ്പ, അമ്മ, ചേട്ടായി, ഞാൻ. ഇപ്പം ഞാൻ സെമിനാരിയിൽ ഫസ്റ്റ് ഇയർ സെമിനാരിയിൽ റീജൻസി ചെയ്യുന്നു. അപ്പോൾ ചോദ്യം എന്നാണ്, സിംഗ് ഓർ ഷെയർ? ഞാൻ വേണമെങ്കിൽ കീബോർഡ് വായിക്കാം. വലുതായിട്ട് വായിക്കത്തൊന്നുമില്ല, ചെറുതായിട്ട് വേണമെങ്കിൽ വായിക്കാം. ഫ്ലൂട്ടാണ് സ്പെഷ്യൽസ്, എന്നാൽ കീബോർഡ് വായിച്ച് ഇപ്പം നമ്മൾ സന്തോഷിപ്പിക്കും. പ്ലീസ്. ഏത് പാട്ടാണെങ്കിലും കുഴപ്പമില്ല. ഏത് പാട്ടാണ് ലിനേഷ് പ്ലീസ് ഒന്ന് ചാൻസ് കൊടുത്തരും. അപ്പോൾ ബ്രദർ ആൻഡോ, താങ്ക് യു സോ മച്ച്. പ്രത്യേകിച്ച് അച്ഛനാവാനുള്ള എല്ലാ ആശംസകളും പ്രാർത്ഥനകളും അച്ഛന്മാർക്ക് ഒരുമിച്ച് തരുന്നു. നിങ്ങളെല്ലാവരും ഈ ചെമ്മാച്ചന് വലിയ അച്ഛനാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. താങ്ക് യു ആൻഡോ. അപ്പോൾ നമുക്ക് വീണ്ടും തുടരാം. പ്രിയപ്പെട്ട ജെയിംസ് അച്ഛൻ, അച്ഛൻ പരിചയപ്പെടുത്തിക്കോളൂ. അച്ഛാ, എൻ്റെ പേര് ജെയിംസ് വെളുത്താൻ എന്നാണ് വീട്ടുപേര്. അങ്കമാലി കിഴക്കുള്ള താബോർ
ഇടവകയിലാണ് എൻ്റെ വീട്. ബിജ്നോർ ഡയസിസിൻ്റെ ബിജ്നോർ ഡയസിസിലെ ജഹാംഗീറാബാദ് എന്നുള്ള സ്ഥലത്ത് ജോലി ചെയ്യുന്നു. ബർസാറായിട്ട് ജോലി ചെയ്യുന്നു. പിന്നെ സ്കൂളാണല്ലേ? സ്കൂളാണ്. സ്കൂള് പിന്നെ ഹൗസും ഉണ്ട് അവിടെ മെയിൻ സ്കൂൾ മിനിസ്ട്രിയേ ഉള്ളൂ, വേറെ മിനിസ്ട്രി ഒന്നുമില്ല. അച്ഛൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അപ്പച്ചൻ 7 വർഷം മുമ്പ് മരിച്ചു. അമ്മയുണ്ട്, 2 ചേട്ടന്മാരൊരു ചേച്ചി മൂത്ത ആൾ, ഞാൻ ഏറ്റവും ഇളയത്. അങ്ങനെ. അപ്പോൾ സിംഗ് ഓർ ഷെയർ? ഷെയർ. താങ്ക് യു. അപ്പോൾ മിഷനിൽ നിന്നൊക്കെ വരുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു മിഷനറിയുടെ ഷെയറിങ് കിട്ടും പ്ലീസ്. ഇത് മിഷനറിയുടെ ഷെയറിംഗ് ആണ്, പക്ഷെ മിഷൻ ഷെയറിംഗ് അല്ല. ഓക്കെ. ഇത് 2018 നമുക്ക് എല്ലാവർക്കും അറിവുള്ള പോലെ 2018 പ്രളയം ഉണ്ടായത്. ആ സമയത്ത് രസകരമായിട്ടുള്ള ഒരു അനുഭവം എനിക്കുണ്ടായി. രസകരം എന്നൊക്കെ പറഞ്ഞ് സൂക്ഷിച്ച് പറഞ്ഞു. ചെറിയ തമാശയുള്ളതാണ്. അതായത് ഇങ്ങനെയാണ് സംഭവിച്ചത്. അത് ഡീക്കൻ മിനിസ്ട്രി ചെയ്യുന്നത് 2018. അന്നാണ് എൻ്റെ പട്ടം. അദ്ദേഹം നേരം നമുക്ക് ഓഗസ്റ്റിൽ മള്ളുശ്ശേരി ഇടവകയിൽ ഡീക്കൻ മിനിസ്ട്രി ചെയ്യുമായിരുന്നു. അവിടെ ഐനിയാടലച്ചൻ എന്ന് പറഞ്ഞ അച്ഛൻ്റെ കീഴിലായിരുന്നു. നേരം 2018 വെള്ളപ്പൊക്കം ഉണ്ടായി. ഇപ്പോൾ ഓഗസ്റ്റ് സമയത്ത് വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും റെഫ്യൂജി ക്യാമ്പിലോട്ട് പോയായിരുന്നു. അപ്പോൾ അവിടുന്ന് അച്ഛൻ്റെ കണ്ണ് വെട്ടിച്ച് ഞാനും വേറൊരു പപ്പു എന്ന് പറയുന്ന വിളിക്കുന്ന ഒരു പയ്യനും കൂടി ആളുകളെ രക്ഷിക്കാൻ പോയി. വെള്ളത്തിൽ നമ്മൾ നടന്നു പോയ വഴിക്കൊക്കെ നീന്തി പോകാന്ന് പറഞ്ഞ് ഭയങ്കര ത്രില്ലായിരുന്നു. അന്നേരം ഇങ്ങനെ പോയി. അത് അന്നേരം ആദ്യമായിട്ടല്ല വെള്ളപ്പൊക്കമൊക്കെ കാണുന്നത്, നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. അന്നേരം അങ്ങനെ പോയി നമ്മൾ കൂവിയെ പോണേ ആൾക്കാരുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി. അന്നേരം ഞങ്ങൾ കൂവി വന്നപ്പോൾ അപ്പുറത്തുനിന്നൊരു കൂവൽ കേൾക്കുക. അപ്പോൾ ചേച്ചിമാരുടെ കുട്ടികളുടെയൊക്കെ ശബ്ദം കേൾക്കുക. ഞങ്ങൾ നീന്തി അവിടേക്ക് ചെന്ന്. ഞാനും ഇത്തിരി സ്ലിമ്മായിട്ടുള്ളൊരു പയ്യനാണ്, നീന്തി തീരെ നിലയില്ല. നേരം പോണ സമയത്ത് അവിടെ ടെറസിൻ്റെ മുകളിൽ 2 അമ്മച്ചിമാരും 2 കുട്ടികളും ഒരു ചേച്ചിയും ഇങ്ങനെ ഇരിക്കുകയാണ്. അവരെ രക്ഷിക്കാൻ വേണ്ടി അവർ മരിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുക. അപ്പോൾ ഞങ്ങൾ എന്തൊക്കെയോ കാണിച്ച് വീടിൻ്റെ അടുത്തെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വാതിൽ തുറക്കാൻ പറ്റുന്നില്ല, വാതിലകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുക. പക്ഷേ അവരുടെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും TV ഒക്കെ ഇങ്ങനെ വെള്ളത്തിന് മുകളിൽ കൂടെ ഇങ്ങനെ നടക്കുക, ഉള്ളിൽ തന്നെ. അപ്പോൾ ഞാൻ തന്നെ പിടച്ച് കയറി, ടെറസിൻ്റെ മുകളിലേക്ക് കയറി, വേറൊരു വഴി കൂടെയൊക്കെ ഇങ്ങനെ കയറി, തെങ്ങമ്മയൊക്കെ ചവിട്ടി കയറിയ. അന്നേരം കയറി ചെന്ന് വാതിലൊക്കെ തുറന്നു. വാതിൽ തുറന്ന് ഇവരെ ഇത്തിരി പൊക്കമുള്ള ഉയരമുള്ള സ്ഥലത്തേക്ക് ആക്കാൻ വേണ്ടി ഇവരിങ്ങനെ ഞങ്ങളെന്ത് ചെയ്തു, ഫ്രിഡ്ജിൻ്റെ തെർമോക്കോൾ ഇരിപ്പുണ്ടായിരുന്നു. ഒരു വാതിൽ പൊളിച്ച് തെർമോക്കോൾ അടിയിൽ കെട്ടി ഇങ്ങനെ ചങ്ങാടം പോലെ ആക്കി അതിലവരെ ഇരുത്തിയിട്ട് ഇങ്ങനെ ഓരോരുത്തരെ കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ വളരെ സാഹസികമായിട്ട്, ഇന്നാലോചിക്കും വളരെ ത്രില്ലാണ്. അന്ന് ഇത് വളരെ കഷ്ടപ്പാടായിരുന്നു. ഇങ്ങനെ ഓരോരുത്തരായിട്ട് 2 കുട്ടികളെ ആദ്യം കൊണ്ടുപോയി. പിന്നെ അമ്മച്ചിമാർ വിറച്ചാണ് ഞങ്ങൾ കഷ്ടപ്പെട്ട് അപ്പോഴത്തേക്കും തളർന്നു. 2 അമ്മച്ചിമാരെയും കൊണ്ടുപോയി, 2 കുട്ടികളെയും കൊണ്ടുപോയി. അവസാനം ഈ ചേച്ചി മാത്രം അവശേഷിച്ചു. ചേച്ചിനെ അപ്പോഴത്തേക്കും അടുത്ത കാരണം കൊണ്ട് ചേച്ചിയോട് പറഞ്ഞ് വളരെ സൂക്ഷിച്ചിരിക്കണം. ചേച്ചിയാണ് പേടിച്ച് ഇങ്ങനെ ഇരിക്കുക. ഞങ്ങൾ കഷ്ടപ്പെട്ട് ചേച്ചിനെ കൊണ്ടുപോയി. അപ്പോൾ ചേച്ചിക്ക് ഇത്തിരി തടിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇത്തിരി ഉയർന്ന സ്ഥലത്ത് കൊണ്ടാക്കിയിട്ട് ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചിക്ക് എത്ര വെയിറ്റ് ഉണ്ടെന്ന് ചോദിച്ചു. ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞ് 83 കിലോ ഉണ്ടെന്ന് പറഞ്ഞു. ചേച്ചിയുടെ പേരെന്നാ? ലൈറ്റി. ഇത് ഉള്ളതാണ്. ലൈറ്റ് ചേച്ചി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ വിരോധം വിചാരിക്കില്ല. അത് ഉറപ്പായിട്ട് ലൈറ്റ് ചേച്ചിയും 2 അമ്മച്ചിമാരും 2 കുഞ്ഞുങ്ങളൊക്കെ കേട്ടോണ്ടിരിപ്പുണ്ടായിരിക്കും. അതെ, എനിക്ക് അവാർഡൊക്കെ കിട്ടി. ആണോ? അതാണ് ചില്ലറക്കാരനല്ല. അതിനുശേഷം ക്ലീനിങ് കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടിലെ കുടുംബ യൂണിറ്റ് വെച്ചപ്പോൾ എനിക്ക് അവാർഡൊക്കെ തന്നു. ഇപ്പോഴും അവാർഡൊക്കെ ഇരിപ്പുണ്ട്. അതൊരു രസകരമായിട്ടുള്ള അനുഭവമാണ്. താങ്ക് യു അച്ഛാ, താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ ഷെയർ. ആ ഫാമിലിക്ക് സ്പെഷ്യൽ ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ്. മെറി ക്രിസ്മസ് ടു എവരിബഡി. താങ്ക് യു ജെയിംസ് അച്ഛാ, താങ്ക് യു. അച്ഛനൊരു മിഷണറിയാണ്. അച്ഛൻ്റെ എല്ലാ മിഷനും ആശംസകൾ. നമുക്കിനി വീണ്ടും നമ്മുടെ പുറകിലേക്ക് തന്നെ പോവാം. നമ്മളുടെ ഗിറ്റാറിസ്റ്റ്, വളരെ വെറൈറ്റി പേരൊക്കെയാണ്, ഫാദർ മിൽനർ അച്ഛാ, പ്ലീസ് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് മിൽനർ വിധേയത്തിൽ. എൻ്റെ പേര് ഇങ്ങനെ വരാനായിട്ടൊരു കാരണമൊക്കെ ഉണ്ട്. ഞങ്ങൾ 4 മക്കളാണ് വീട്ടിൽ, അപ്പച്ചൻ, അമ്മച്ചി, പിന്നെ 2 ചേട്ടൻ, ഒരു ചേച്ചി. ഞാനാണ് ഏറ്റവും താഴെ. അപ്പം മൂത്ത ചേട്ടൻ്റെ പേര് മിൽട്ടൺ, പിന്നെ താഴെയുള്ളത് മിലി, പിന്നെയുള്ളത് മിലൻ, പിന്നെ 4ാമത്തെ പേര് അപ്പച്ചൻ കുറച്ച് പേര് ഇതേ സ്വീക്വൻസിൽ തന്നെ ഒരു പേര് കിട്ടാൻ വേണ്ടി കുറേ അന്വേഷിച്ചു. അങ്ങനെയാണ് മിൽനർ എന്ന പേരിൽ ഞാൻ വന്നു ചേർന്നത്. ഒരു ഫാഷൻ ഫാമിലി ആണല്ലേ? പ്ലീസ്. അതെ. അപ്പോൾ ഞാൻ തൃശ്ശൂർ പ്രവിശ്യയിലെ ഒരു അംഗമാണ്. ഇപ്പോൾ ഞാൻ ഇരിനാലക്കുട രൂപതയുടെ കീഴിലുള്ള പുല്ലൂർ ഇടവകയിൽ സേവനം ചെയ്യുന്നു. അവിടെ കൊച്ചച്ഛനായിട്ട് ആശ്രമത്തോട് ചേർന്നൊരു ഇടവകയും കൂടിയാണ്. സന്തോഷമായിട്ട് മുൻപോട്ട് പോകുന്നു. താങ്ക് യു. അപ്പോൾ അച്ഛാ സിംഗ് ഓർ ഷെയർ? ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ. ഞാനൊരു 5 വർഷം മുൻപ്
എനിക്ക് PG പഠിക്കാനായിട്ട് എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനായിട്ട് എനിക്ക് മണിപ്പൂരാണ് എനിക്ക് അവസരം കിട്ടിയത്. അപ്പോൾ ഒരു ക്രിസ്മസ് അനുഭവം പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാനവിടെ പഠിച്ചപ്പോൾ ഞാൻ താമസിച്ചിരുന്നത് ചിമ്മൈറോങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ മണിപ്പൂർ ക്യാപിറ്റലിനടുത്തുള്ള ഒരു സ്ഥലമാണ്. ആ പള്ളിയിൽ അവിടുത്തെ അച്ഛൻ്റെ ഒപ്പമാണ് ഞാൻ താമസിച്ചത്. അപ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും അച്ഛൻ്റെ ഒപ്പം ഞങ്ങൾ മിഷൻ സ്റ്റേഷൻസിലേക്ക് പോവും, അവിടെയുള്ള ഗ്രാമങ്ങളിൽ പോവും. അങ്ങനെ ഒരു ക്രിസ്മസ് രാത്രിയിൽ അച്ഛൻ്റെ ഒപ്പം പോയത് ഞങ്ങളടുത്തുള്ളൊരു ഗ്രാമത്തിലായിരുന്നു. ആ ഗ്രാമത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചത് ഒരു ലിറ്ററലി പറയുകയാണെങ്കിൽ ഒരു കാലിത്തൊഴുത്തിലായിരുന്നു. നിലം മൊത്തം വൈക്കോല്, പുറകിൽ പശുക്കൾ, ഒരു സൈഡിൽ ആടുകൾ. പിന്നെ അവിടുത്തെ ഗ്രാമത്തിലൊക്കെ ഒത്തിരി മക്കളുള്ള ഒരു വീടുകളാണ്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ 1-2 മക്കളാണെങ്കിൽ അവിടെയൊക്കെ ഒരു വീട്ടിൽ 5, 6, 7 മക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഉണ്ണീശയ്ക്ക് പകരമായിട്ട് ഇവർ ഒത്തിരി അധികം ഉണ്ണീശകൾ മുന്നിൽ ഇങ്ങനെ നിരന്നി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നല്ലൊരു അനുഭവമാണ്. ഇന്ന് അവിടെ നിന്ന് അതൊക്കെ പോരുമ്പോൾ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് അവിടെ ഉണ്ടായിരുന്ന ആ ഗ്രാമങ്ങളൊക്കെ ഇപ്പോൾ അവിടെ ഇല്ല, അതൊക്കെ കത്തി നശിപ്പിച്ചു. മണിപ്പൂർ കലാപത്ത് നടന്ന സ്ഥലങ്ങളിലുള്ള ആ സ്ഥലങ്ങളിൽ പെട്ട സ്ഥലങ്ങളാണ്. കങ്കൂപ്പി എന്നൊക്കെ പറയും. അപ്പോൾ പ്രിയപ്പെട്ട മിൽനറച്ച, അച്ഛൻ ഇപ്പോൾ പട്ടം കഴിഞ്ഞേ ഉള്ളൂ, ജസ്റ്റ് ഓടേണ്ടാണ്. അച്ഛൻ്റെ ഹണിമൂൺ ഡേയ്സിലാണ് അച്ഛൻ ജീവിക്കുന്നത്. 2023 ഡിസംബറിലായിരുന്നു എൻ്റെ പട്ടം. അപ്പോൾ 23 ഡിസംബർ അല്ല, ഹണിമൂൺ ഡേയ്സിലെല്ലാം മറന്നു പോകാൻ സാധ്യതയുണ്ട്, അതൊരു കുഴപ്പമില്ല. അപ്പോൾ അച്ഛാ, എല്ലാ ആശംസകളും പ്രാർത്ഥനകളും അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിന്. താങ്ക് യു ഫാദർ. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്ത ആരിലേക്കാണ് പോകേണ്ടത്? പ്രിയപ്പെട്ട പ്രിൻസ് അച്ഛനിലേക്ക്. അച്ഛാ, എൻ്റെ പേര് ഫാദർ പ്രിൻസ്, വീട്ടുപേര് പരത്തനാൽ. CMI സഭയുടെ മൂവാറ്റുപുഴ പ്രവിശ്യയിലെ അംഗമാണ്. എൻ്റെ വീട്ടിൽ അപ്പച്ചൻ 8 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ വിട്ടുപോയി. അമ്മച്ചിയുണ്ട്. ഞങ്ങൾ 4 മക്കളാണ്, 2 ജ്യേഷ്ഠന്മാർ, ഒരു പെങ്ങള്. എൻ്റെ അപ്പനും അമ്മയും നല്ല പാട്ടുകാരാണ്. എൻ്റെ അപ്പൻ അധ്യാപകനായിരുന്നു, പക്ഷേ ഒരു പാട്ട് എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളായിരുന്നു. അമ്മച്ചി അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. അപ്പം അപ്പൻ്റെ ആ ഒരു ലെഗസി എനിക്ക് ദൈവം അനുഗ്രഹിച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം പാട്ട് പാടാനായിട്ട് ദൈവം അനുഗ്രഹം തന്നു. ഇത് സഭയിലാണെങ്കിലും അങ്ങനെ അത് തുടരാൻ യെസ്. ഞാൻ ബേസിക്കലി ഹിന്ദുസ്ഥാനി, ഡൽഹിയിൽ നിന്നാണ് എൻ്റെ ഗ്രാജുവേഷൻ ഞാൻ ചെയ്തത്. ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലായിരുന്നു ഗ്രാജുവേഷൻ. പിന്നെ അതിനുശേഷം ഞാനിപ്പോൾ ഒരു തൊടുപുഴയുള്ള ഒരു മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് റൺ ചെയ്യുന്നു, നാദോപാസന. കഴിഞ്ഞ 38 വർഷമായിട്ട് തൊടുപുഴ നഗരത്തിൻ്റെ ഒരു സാംസ്കാരിക കേന്ദ്രം, അതുപോലെ തന്നെ ഉപാസന എന്ന് പറഞ്ഞൊരു കൾച്ചറൽ സെൻ്ററും ഉണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും ഇത് ഡയറക്ടറായിട്ട് സേവനം ചെയ്യും. അച്ഛൻ്റെ എല്ലാ മിനിസ്ട്രികൾക്കും ആശംസകൾ. അച്ഛൻ സിംഗ് ഓർ ഷെയർ? ഞാൻ ഒരു പാട്ടുകാരനായോണ്ട് പാട്ട് പാടാം. എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇത് ഒരുപക്ഷെ നമ്മുടെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിലെ എവിടെയൊക്കെ കരോൾ ഗാനങ്ങൾ പാടുന്നുണ്ടോ അവിടെയൊക്കെ പാടുന്നൊരു പാട്ടാണ്. നമുക്ക് ഒരു ഡിസംബർ വോയിസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൻ്റെ ഒരു പാട്ടാണ്. കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനാ, കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനാ, കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ആകാശവീതിയിൽ മാലാഖമാരവ സ്നേഹത്തിൻ നിറകുടമായി താരാട്ടു പാടിയുറക്കിടുവാനായി മനതാരിൽ നനച്ചിരുന്നു. ആകാശവീതിയിൽ മാലാഖമാരവ സ്നേഹത്തിൻ നിറകുടമായി താരാട്ടു പാടിയുറക്കിടുവാനായി മനതാരിൽ നനച്ചിരുന്നു. ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലെ രാവിൽ പാടി സ്തുതിക്കാം. കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനാ, കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപൂരം പിറക്കുമെന്ന്. കണ്ണും കണ്ണും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നമുക്കൊരു ക്രിസ്മസ് വൈബ്, ഇപ്പോഴാണ് ജിംഗിൾ വൈബ്സ് അങ്ങ് വന്നത്. അപ്പോൾ താങ്ക് യു അച്ഛാ, താങ്ക് യു സോ മച്ച്.
അപ്പോൾ ഇനി നമുക്ക് മിച്ചമുള്ളത് അച്ഛൻ ഇരിക്കണ്ട, നിന്നോളൂ. എന്തായാലും ലിൻഡേഷൻ നിൽക്കുമല്ലായിരുന്നു, അച്ഛൻ ഇരിക്കാൻ നിൽക്കണ്ട. അപ്പോൾ ലിൻഡേഷൻ നമ്മൾ പരിചയപ്പെടുത്തിക്കോളും. എൻ്റെ പേര് ലിൻഡേഷ് ആൻ്റണി വെല്ലപ്പാടി. തൃശ്ശൂർ അതിരൂപതയിലെ ചെങ്ങാലൂർ ഇടവക ആണ് എൻ്റെ ഇടവകയും. അവിടെ തന്നെയാണ് എൻ്റെ വീടും. കോയമ്പത്തൂർ പ്രോവിൻസിന് വേണ്ടിയിട്ടാണ് സേവനം ചെയ്യുന്നത്. ഇപ്പോൾ പാലക്കാടുള്ള ഭാരതമാത ആശ്രമത്തിൽ അവിടെ ഒരു സ്കൂളിൽ സേവനം ചെയ്യുന്നു. ചെറുതായിട്ടൊരു പ്രിൻസിപ്പൾ അല്ലേ? നിങ്ങൾ എളിമപ്പെടാതെ എങ്ങനെ അച്ഛാ? ഞാനിരിക്കുന്ന റൂമിൻ്റെ മുമ്പിൽ അവർ ആ ബോർഡാണ് എഴുതി വെച്ചിരിക്കുന്നത്, പ്രിൻസിപ്പൾ സിംഗർ ഷെയർ. ചെറിയ ഒരു 2 വരി. ഞാനിതൊരു ഷെയറിംഗ് ആണോ അതോ സിംഗിങ് ആണോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്ന ഒരു ക്രിസ്മസ് എന്നുള്ളത് 2014 ക്രിസ്മസ് ആണ്. കാരണം അന്നായിരുന്നു, ആ വർഷമാണ് എൻ്റെ പട്ടം. നമ്മളൊപ്പം ഒരുമിച്ച് പട്ടം മേടിച്ച ആൾക്കാരാണ്. 2014 ക്രിസ്മസിന് ശേഷം ഒരു 4 ദിവസത്തിന് ശേഷമായിരുന്നു പട്ടം. അപ്പോൾ എനിക്ക് ഓർമ്മയുള്ളതും ഒരിക്കലും മറക്കാൻ പറ്റാത്തുള്ളൊരു മുഹൂർത്തമായിരുന്നു അന്ന്. പട്ടത്തിന് മുൻപ് നമ്മൾ മാതാപിതാക്കൾ അനുഗ്രഹിച്ചിട്ട് മേലേക്ക് കയറ്റിവിടുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അന്നത്തെ കൊയർ പാടിയൊരു പാട്ടാണ് കുഞ്ഞേ നീയൻ കയ്യിൽ എന്നുള്ളൊരു പാട്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ആ ഒരു പാട്ട് ഒരു ഷെയറിംഗ് ആയിട്ടും അല്ലെങ്കിൽ ഒരു ഗാനമായിട്ടും സ്കൂളിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്ത് പറഞ്ഞോളൂ. തീർച്ചയായിട്ടും പ്രിൻസിപ്പൾ അല്ലേ? എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇപ്പോഴും ഞാൻ അവർക്കൊരു പ്രോമിസ് കൊടുത്തിരുന്നു, ഏതെങ്കിലും ഒരു സമയത്ത് പാടാമെന്ന്. ഇപ്പോഴും അതുവരെ പ്രോമിസ് നിറവേറ്റിയിട്ടില്ല. തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും ഈ പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കുഞ്ഞേ നീയൻ കയ്യിൽ ചാഞ്ചാടുമ്പോൾ നാം കണ്ണിൽ നോക്കി കളിയാടുമ്പോൾ ഈശോ വന്നിടുന്നു, നമ്മോടൊന്നാകുന്നു, നിന്നെ കയ്യേൽക്കുന്നു, ഉമ്മ തന്നിടുന്നു, സ്വർഗം നിന്നുള്ളിൽ വന്നല്ലോ, ആരാരോ എൻ്റെ പൊന്നാര തങ്കമേ വാവോ. മെറി ക്രിസ്മസ്. മെറി ക്രിസ്മസ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി നമ്മൾ ഒരാൾ അവശേഷിക്കുന്നുള്ളൂ, അത് നമ്മളുടെ സെമിനാരി പ്രൊഫസറാണ്, പ്രിയപ്പെട്ട ലോറൻസ് അച്ഛൻ. നമ്മൾ ഈ അധ്യാപകർക്കിട്ട് പണി കൊടുക്കുക എന്നുള്ളത് മില്ലറിനെ പഠിപ്പിച്ചല്ലേ? തിയോളജിയിൽ ഗൈഡായിരുന്നു, കുറേ പീഡിപ്പിച്ചിട്ടുള്ളതായിരിക്കും മാനസികമായിട്ടല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം ലോറൻസിന് പരിചയപ്പെടും, എന്നിട്ട് ഞങ്ങൾ റാഗിയാം. എൻ്റെ പേര് ഫാദർ ലോറൻസ് പടമാടൻ. ഞാൻ CMI സഭയുടെ മേരി മാതാ വൈസ് പ്രോവിൻസ് ഹൈദരാബാദ് പ്രൊവിൻസിലെ അംഗമാണ്. എൻ്റെ വീട് കളമശ്ശേരി സെൻറ്റ് ജോസഫ് ചേർച്ചാണ് എൻ്റെ ഇടവക. എൻ്റെ വീട്ടിൽ എനിക്ക് അമ്മച്ചിയുണ്ട്. എൻ്റെ അപ്പച്ചൻ ഒരു 16 വർഷം മുമ്പ് മരിച്ചു. എനിക്ക് 5 സഹോദരങ്ങളുണ്ട്, 2 ചേച്ചിമാരും 2 ചേട്ടന്മാരും ഒരു അനിയത്തിയും. അപ്പോൾ താങ്ക് യു വെച്ചാൽ അപ്പോൾ ഒരു സെമിനാരി പ്രൊഫസറെ കൈ കിട്ടിയതുകൊണ്ട് ഞങ്ങൾ റോസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ സിംഗോർ ഷെയർ ചോദിക്കുന്നല്ലോ, അച്ഛനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. അച്ഛൻ നന്നായിട്ട് വിസിലടിക്കും. നമ്മൾ ഈ ഒരു അച്ഛൻ വിസിലടിക്കുന്നത് അത്ര മോശപ്പെട്ട കാര്യമല്ല. അപ്പോൾ ഇതിപ്പോൾ പിള്ളേർക്ക് ട്രോളാനുള്ള കിട്ടും ബ്രദേഴ്സിന്, എന്നാലും അച്ഛനൊരു വിസിലടിക്കണം ഞങ്ങൾക്ക് വേണ്ടി. ഞാനൊരു ക്രിസ്മസ് വിസിൽ ചെയ്തു പാടാനായിട്ട്. ഓക്കെ. താങ്ക് യു വെച്ചാ വണ്ടർഫുൾ. നാളെ ക്ലാസ് ഒക്കെ എടുത്തോണ്ടിരിക്കും, പിള്ളേരെ കിടക്കുന്നിട്ട് കണ്ട് ഷൂ ഒക്കെ അടിച്ചിട്ട് പോകും. അപ്പോൾ നമ്മളുടെ അച്ഛന്മാരുടെ എല്ലാവരെയും പരിചയപ്പെടുത്തി കഴിഞ്ഞു. നമ്മൾക്ക് ഇത്രയും വലിയ പാട്ടുകാരെ കിട്ടിയതുകൊണ്ടും ക്രിസ്മസ് മൊത്തം പാട്ടായതുകൊണ്ടും നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് ജിങ്കിൾ വൈബ്സ് എന്നായതുകൊണ്ടും തന്നെ നമുക്കൊരു ക്രിസ്മസിൻ്റെ വൈബ് തരുന്ന കുറേ പാട്ടുകളുണ്ടല്ലോ. ഏറ്റവും നൊസ്റ്റാൾജിക് പാട്ട്, 80കളിലൊക്കെ ഇറങ്ങിയ യേശുദാസിനും ചിത്രയുടെയൊക്കെ മനോഹരമായ പാട്ടുകൾ. ക്രിസ്മസ് ഓർക്കുമ്പോൾ തന്നെ അതാണ് നമ്മുടെ മനസ്സ് വരുന്നത്. നമുക്ക് ആ പാട്ടുകളൊക്കെ ഒന്ന് ഒരുമിച്ച് പാടി നമുക്ക് ഈ നമ്മുടെ ഒരു ദിവസം നമുക്ക് അവസാനിപ്പിക്കുന്നതായിരിക്കും.
കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, കരളിലെ ചോരയ പാരിൻ്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനേ, കരളിലെ ചോരയ പാരിൻ്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനേ, അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിയിടുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിയിടുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ. പുൽക്കൂട്ടിൽ വാഴുന്ന പൊന്നുണ്ണി, നിൻ തൃപ്പാദം കുമ്പിട്ടു നിൽക്കുന്നു ഞാൻ. പുൽക്കൂട്ടിൽ വാഴുന്ന പൊന്നുണ്ണി, നിൻ തൃപ്പാദം കുമ്പിട്ടു നിൽക്കുന്നു ഞാൻ. മിന്നും നീലാവിൻ്റെ തൂവെള്ളി കൈകൾ നിൻ പരിഭൂതമേനിയെ പുൽകിടുന്നു. മിന്നും നീലാവിൻ്റെ തൂവെള്ളി കൈകൾ നിൻ പരിഭൂതമേനിയെ പുൽകിടുന്നു. ൂർന്നൂർന്നിറങ്ങുന്ന മഞ്ഞിൻ തരികള പൊന്നാട നെയ്യുന്നു പൂഞ്ചന്ദ്രിക. ൂർന്നൂർന്നിറങ്ങുന്ന മഞ്ഞിൻ തരികള പൊന്നാട നെയ്യുന്നു പൂഞ്ചന്ദ്രിക. ഉണ്ണിയുറങ്ങ്, ഉണ്ണിയുറങ്ങ്, ഉണ്ണിയുറങ്ങുറങ്ങ്. തളിരാർന്ന പൊന്മേനി നോവുമേ, കുളിരാർന്ന വൈക്കോലിൻ തൊട്ടിലല്ലേ. തളിരാർന്ന പൊന്മേനി നോവുമേ, കുളിരാർന്ന വൈക്കോലിൻ തൊട്ടിലല്ലേ. സുഖസുഷുപ്തി പകർന്നിടുവാൻ തൂവൽ കിടക്കയൊരുക്കൂ. സുഖസുഷുപ്തി പകർന്നിടുവാൻ തൂവൽ കിടക്കയൊരുക്കൂ. കാവൽ മാലാഖമാരേ, ക്രിസ്മസ് രാവണഞ്ഞ നേരം പുൽക്കൂട്ടിൽ പ്രഭാതമായി, ദൈവത്തിൻ സുതൻ പിറന്നു ലോകത്തിൻ പ്രതീക്ഷയായി. വാനിൽ വരവേൽപ്പിൻ ശുഭഗീതം ശാന്തിയേകി, പാരിൽ ഗുരുനാഥൻ മനതാരിൽ ജാതനായി. വാത്സല്യമോലും പൊൻപൈതലായോ ആത്മീയ ജീവൻ നൽകുന്നിതാ. വാനിൽ വരവേൽപ്പിൻ ശുഭഗീതം ശാന്തിയേകി, പാരിൽ ഗുരുനാഥൻ മനതാരിൽ ജാതനായി. വാത്സല്യമോലും പൊൻപൈതലായോ ആത്മീയ ജീവൻ
കാതുകളെ കേൾക്കുന്നുവോ 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 സ്വർഗീയ സംഗീതധാര കണ്ണുകളെ കാണുന്നുവോ കാണുന്നുവോ ദ്യോവിൻ വർണ്ണധാര മനസ്സുകളെ ഉണരുക തിരയുക നമിക്കുക മന്നവൻ ഭൂവിൽ അവതരിച്ചു കാതുകളെ കേൾക്കുന്നുവോ 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 സ്വർഗീയ സംഗീതധാര കണ്ണുകളെ കാണുന്നുവോ കാണുന്നുവോ ദ്യോവിൻ വർണ്ണധാര മനസ്സുകളെ ഉണരുക തിരയുക നമിക്കുക മന്നവൻ ഭൂവിൽ അവതരിച്ചു മന്നവൻ ഭൂവിൽ അവതരിച്ചു ദൈവം പിറക്കുന്നു മനുഷ്യനായി ബെത്ലഹേമിൽ മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം ഹല്ലേലൂയ 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 ശാന്തരാത്രി തിരുരാത്രി പുൽക്കുടിലിൽ പൂത്തൊരു രാത്രി വിണ്ണിലെ താരകദൂതരിറങ്ങി മണ്ണിൽ സമാധാന രാത്രി ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു മേരിസുതൻ യേശുപരൻ അന്നൊരു നാൾ മേരിസുതൻ യേശുപരൻ അന്നൊരു നാൾ ബെത്ലഹേംപുരിയിൽ മഞ്ഞണിഞ്ഞ രാവിൽ മംഗളമരുളാൻ പിറന്നു ബെത്ലഹേംപുരിയിൽ മഞ്ഞണിഞ്ഞ രാവിൽ മംഗളമരുളാൻ പിറന്നു Merry 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 Christmas Oh 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 Happy 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 Christmas Ha 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 Merry 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 Christmas Oh 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 Happy 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 Christmas
ഈ മെനിൻ കാസക്കിനൊപ്പമുള്ള നമ്മുടെ ഈ ജിംഗിൾ വൈബ്സ് ഏറെക്കുറെ പൂർണ്ണമാവുകയാണ്. അതിനു മുമ്പായിട്ട് നമുക്ക് എല്ലാവർക്കും ഇത്ര അച്ഛന്മാർ ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ ലോകത്ത് മുഴുവൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെയും എല്ലാവരുടെ ഹൃദയങ്ങളിലേക്ക് ഉണ്ണി പിറക്കാൻ, എല്ലാ വീടുകളിലും ഉണ്ണി പിറക്കാൻ, എല്ലാ ലോകത്തിന് അങ്ങേയറ്റം വരെ ഈ സമാധാനത്തിന് സന്ദേശം എത്തിക്കാൻ വേണ്ടി നമുക്കൊന്ന് ചേർന്ന് ഒന്ന് പ്രാർത്ഥിക്കാം. ലോകത്തെ മുഴുവൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ ക്രിസ്മസിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഉണ്ണീശ്വരനാണല്ലോ. നമുക്ക് ഉണ്ണീശ്വരനെ എടുത്തുകൊണ്ട് മധ്യത്തിലേക്ക് വന്ന് തന്നെ നമുക്ക് ഒരുമിച്ച് എല്ലാവരും ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാം. പ്ലീസ്. ആദ്യത്തെ ക്രിബ് പണിതുകൊണ്ട്, പുൽക്കൂട് പണിതുകൊണ്ട് ക്രിസ്മസ് തുടങ്ങിയ ആളാരായിരുന്നു? ഫ്രാൻസ് ഓഫ് അസീസി. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഫ്രാൻസ് ഓഫ് അസീസി. അസീസിയായിട്ട് ബന്ധപ്പെട്ട് മനോഹരമായ ഒരു കഥയുണ്ട്. അത് മിത്താണോ അല്ലെന്നറിയില്ല, എന്തായാലും മനോഹരമായൊരു കഥയാണത്. ഒരു ക്രിസ്മസ് രാവിലെ ഫ്രാൻസ് ഓഫ് അസീസി പള്ളിയുടെ പുറകിലിരുന്ന് കുർബാന പങ്കെടുക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ഉണ്ണിയൊക്കെ പിറന്നു കഴിഞ്ഞു. അതിനുശേഷം വികാരിയച്ഛൻ്റെ വക ഭയങ്കര പ്രസംഗമാണ്. അപ്പോൾ ഞങ്ങൾക്ക് തന്നെയുള്ള ക്രിറ്റിസിസമാണ്. അച്ഛൻ രാത്രി എല്ലാവരും ഉറങ്ങിയിരിക്കുമ്പോഴും അച്ഛൻ കർണകഠോരമായ പ്രസംഗം തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രാൻസിസ് നോക്കിയപ്പോൾ എല്ലാവരും ഉറക്കൊന്നും വീഴുകയാണ്. അവസാനം സഹി കേട്ടിട്ട് ഫ്രാൻസിസ് കൈപൊക്കിട്ട് പറഞ്ഞു, അച്ഛൻ പ്ലീസ് ആ പ്രസംഗം ഒന്ന് നിർത്താവോ? അങ്ങനെയെങ്കിൽ ആ ഉണ്ണി കരയുന്നത് ഒന്ന് കേൾക്കാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. ദൈവം കരഞ്ഞ ദിവസം. ദൈവം സ്വർഗം വിട്ടിറങ്ങി വന്നിട്ട് മനുഷ്യരിലൊരുവനായി, നമ്മിലൊരുവനായിട്ട് ദൈവം കരഞ്ഞു, നമ്മൾ ചിരിച്ചു. കാരണം ദൈവം കരഞ്ഞപ്പോൾ നമുക്ക് രക്ഷ കിട്ടി. അതാണ് ക്രിസ്മസിന് ഏറ്റവും വലിയ ദൈവം മനുഷ്യന് വേണ്ടി കരഞ്ഞ് മനുഷ്യനായി പൂർണ്ണനായി തീർന്ന ദിവസം. അതായത് ഒരു കരച്ചിലാണല്ലോ മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനം, ഏറ്റവും സ്ഥായിയായ, അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ വികാരം. നമ്മൾ സന്തോഷപരവും സങ്കടപരവും ഒക്കെ കരയുവാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഉണ്ണി ദൈവം കരഞ്ഞ ദിവസം. അപ്പോൾ ആ ഉണ്ണിയുടെ അനുഗ്രഹം നമുക്ക് ഈ നിമിഷം ഏറ്റുവാങ്ങാം. നമുക്കൊരു നിമിഷം കണ്ണുകളൊക്കെ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കുടുംബമൊക്കെ എല്ലാവരും ചേർന്ന് നിന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. നമുക്കൊന്ന് ലോകത്തിന് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ പലയിടങ്ങളിൽ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. സമാധാനത്തിൻ്റെ സന്ദേശം മലാഖമാർ വിളിച്ചു പറഞ്ഞതായിരുന്നല്ലോ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. എല്ലാവരുടെ മനസ്സുകളിൽ ഈശോ പിറക്കാൻ, അങ്ങനെ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളിലും ഈശോ വന്ന് കയറുവാനോട് പ്രാർത്ഥിക്കാം. സുവിശേഷങ്ങളിൽ ഈശോ എപ്പോഴും കുടുംബങ്ങൾ സന്ദർശിച്ച ദൈവമായിരുന്നു. ഉണ്ണി ഈശോ എൻ്റെ കുടുംബത്തിലും വന്ന് പിറക്കട്ടെ. അവന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പുൽക്കൂട് എൻ്റെ ഹൃദയമാണ്. എൻ്റെ ഹൃദയം ഒന്ന് വിശുദ്ധമാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയ്ക്ക് കടന്നു വരാൻ പറ്റുന്നൊരു വീടും ഈശോയ്ക്ക് ഇരിക്കാൻ പറ്റുന്നൊരു ഹൃദയവും കിട്ടുവാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അമ്മ മാതാവേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, നിങ്ങൾ രണ്ടുപേരും ഒന്ന് ചേർന്ന് ഈ ഭൂമിക്ക് രക്ഷകനായ ഈശോയെ ദാനം ചെയ്തപ്പോൾ, സ്വർഗമേ, ത്രിത്വൈക ദൈവമേ, നിങ്ങൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഈ അനുഗ്രഹിത നിമിഷങ്ങളിൽ ഞങ്ങളുടെ ലോകം, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ വ്യക്തിജീവിതം മുഴുവൻ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളെല്ലാവരും പരിശുദ്ധ അമ്മയെപ്പോലെ ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് പറയുന്ന ഒരു മനോഹര ദിവസമായിട്ട് ഇതിന് മാറട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരിക്കൽ കൂടി എല്ലാവർക്കും മെനിൻ കാസക്കിൻ്റെ വക മേരി ക്രിസ്മസ്.